ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ എക്സ്ട്രീം വണ്ടി സിവിസെറ്റ് എക്സ്ട്രീം വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെന്താ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആക്സിഡേറ്റർ ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജന സർവീസ് എഞ്ചിൻ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ജന സർവീസായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് വേണ്ടി നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ഷൻ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പുതിയ ബ്രേക്സാണ്, ഹോണ്ടയുടെ കമ്പനി ബ്രേക്സാണ് കിടക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഹബിനായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഒന്ന് പിടിച്ചിട്ട് റീസെറ്റ് ചെയ്യാം. നമ്മൾ ചെയിനിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ചെയിനായാലും നിലയിലും പുതിയ ചെയിനാണ് കിടക്കുന്നത്. ചെറിയൊരു ലൂസൊക്കെ ഉണ്ട്, അതിന് ടൈറ്റ് ചെയ്ത് നമ്മൾ ഓയിലും ഗ്രീസൊക്കെ കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലോട് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. നിലവിൽ ഡിസ്ക് പാഡ് നമുക്കത് മാറ്റാറായിട്ടുണ്ട് കേട്ടോ. ഡിസ്ക് പാഡ് അത്യാവശ്യം മാക്സിമം ആയിട്ടുണ്ട്. അടുത്ത സർവീസ് വരെ ഓടാൻ ചാൻസ് കുറവാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാഡ് കുറച്ചും കൂടി തയ്യാറുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സർവീസ് വരെ ശ്രദ്ധിക്കാതെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിലേക്ക് കയറി പിടിച്ച് പ്ലേറ്റും കൂടി ഡിസ്ക് പ്ലേറ്റും കൂടി കംപ്ലൈൻറ്റ് വരും. അപ്പോൾ കയ്യോടെ നമുക്ക് ആ ഡിസ്ക് പാഡൊന്ന് മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. നമ്മളതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആക്സിലേറ്റർ കേബിളൊരു കംപ്ലയിൻറ്റ് വേണ്ട, ആക്സിലേറ്റർ ടൈറ്റ് ഒരു കംപ്ലയിൻ്റ് ഒക്കെ വേണ്ട. അത് കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. കേബിൾ നല്ല രീതിയിൽ ടൈറ്റാണ് കേബിൾ. അപ്പോൾ അതൊന്ന് കേബിളൊന്ന് മാറ്റിയിടാം. ഇവിടെ കാർബണിൻ്റെ ഭാഗം ഇവിടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കും. സ്ലൈഡർ വേറെ ടൈറ്റൊന്നും കാണിക്കും. സ്ലൈഡറൊക്കെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കും. സാധാരണ രീതിയിൽ ഇടയ്ക്ക് സ്റ്റക്കാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. കേബിളിൻ്റെ ടൈറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് 13.26 മാക്സിമം വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി വോൾട്ടേജ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബാറ്ററി. പിന്നെ ഒഴിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് വൈസറിനൊരു ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് പാഡും ആക്സിലേറ്റർ കേബിളും പിന്നെ എഞ്ചിൻ ഓയിലും മാറ്റാറുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി വരാനുള്ള എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.